അമുക്കുരം അഥവാ അശ്വഗന്ധം വളരെ പണ്ട് മുതൽ തന്നെ ആയുർവേദ ചികിത്സയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ് അമുക്കുരം. വാദത്തിനും വാചീകരണത്തിനുള്ള മികച്ച ഔഷധിയായി അമുക്കുരത്തെ കരുതുന്നു. ഇതിന്റെ വേരിന് കുതിരയുടെ മണം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് കൈവന്ന അശ്വഗന്ധം എന്ന സംസ്കൃത പേര് ഇതിന് ലഭിച്ചത്. അമുക്കുരത്തിന്റെ ഉപയോഗം ഹൃദയം, നാഡികൾ, തലച്ചോറ് എന്നിവയെ ഉത്തേജിപ്പിക്കും. വാജീഗന്ധ, ഹയഗന്ധ, വരാഹ, വരധ, തുരംഗന്ധ, കുഷ്ടക, ഗന്ധിനി എന്നീ സംസ്കൃത പേരുകളിൽ അമുക്കുരം അറിയപ്പെടുന്നു. വിന്റർ ചെറി എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം. സോളിനോസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് അമുക്കുരം. അമുക്കുരത്തിന്റെ ശാസ്ത്രീയ നാമം വിചാനിയ സോംനിഫറൽ ഡ്യുണൽ എന്നാണ്. ഭാരതത്തിന്റെ പഞ്ചാബ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ അമുക്കുരം സ്വാഭാവികമായി കണ്ടുവരുന്നു. നിലവിൽ ഭാരതത്തിന്റെ പലയിടങ്ങളിൽ കൃഷി ചെയ്തു വരുന്നുണ്ട് അമുക്കുരം. 1 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കുറ്റിച്ചെടിയാണ്. അമുക്കുരത്തിന്റെ കാണ്ഡവും ശാഖകളും ഇലകളും റോമിലമാണ്. ഇതിന്റെ പൂക്കൾക്ക് പച്ച കലർന്ന ഏതാണ്ട് മഞ്ഞ നിറമാണ്. അമുക്കുരത്തിന്റെ ഇലകൾക്ക് 5 മുതൽ 10 സെന്റിമീറ്റർ നീളവും 3 മുതൽ 7 സെന്റിമീറ്റർ വീതിയും കാണും. അമുക്കുരത്തിന്റെ ഫലങ്ങൾ ഏതാണ്ട് ഉരുണ്ട പച്ചനിറത്തിൽ ചുണ്ടക്കായുടെ ആകൃതിയിലായിരിക്കും. വേരുകൾക്ക് 25 സെന്റിമീറ്റർ നീളവും വിരൽ വണ്ണം കാണും. വേരിന്റെ അഗ്രഭാഗത്ത് നാര് കുറവായതുകൊണ്ട് ഒടിച്ചാൽ എളുപ്പം ഒടിയും. വേരുണക്കിപ്പൊടിച്ചാൽ മാവ് ലഭിക്കും. വേര്, ഇല എന്നിവയാണ് അമുക്കുരത്തിന്റെ ഔഷധയൂക ഭാഗങ്ങളായി ഉപയോഗിക്കുന്നത്. രസമാണെങ്കിൽ തിക്തം, കഷായം. ഗുണമാണെങ്കിൽ സ്നിഗ്ധം, വീര്യം, ഉഷ്ണവും, വിഭാഗം, മധുരം എന്നിങ്ങനെയാണ് അമുക്കുരത്തിന്റെ രാസാദി ഗുണങ്ങൾ. രാസഘടകങ്ങൾ നോക്കിയാൽ അമുക്കുരത്തിന്റെ ഇലയിൽ ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വിഥാനിലൈഡോൺ എന്ന രാസഘടകം വേർതിരിച്ചെടുക്കുന്നു. ഇതൊരു അണുനാശിനിയായി ഉപയോഗിക്കുന്നു. അമുക്കുരത്തിന്റെ വേരിൽ നിന്നും 13 ഇനത്തിലുള്ള ആൽക്കലോയിഡുകൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അനാഹൈഗ്രിൻ, മിസോഅനാഫറിൻ, കാസ്കോഹൈഗ്രിൻ, ഐസോപലാറൈറ്റൈൻ, ഹൈഗ്രിൻ, ട്രോപ്പിൻ, സ്യൂഡോപ്രോട്രോപ്പിൻ, 3-ആൽഫോഡോഗ്ലോഡിൻ, കസോട്രോപ്പിൻ, കോളിൻ, ബിഥോസ്മോനൈർ, ബീറ്റോസിറ്റോ, സ്റ്റൈറോൾ, സോംനിഫെറൈൻ, വിറ്റാനിൻ എന്നിവരെയാണ് ആൽക്കലോയിഡുകൾ. ബാഷ്പശീല തൈലവും സ്ഥിരതൈലവും പേരിൽ അടങ്ങിയിട്ടുണ്ട്. ഔഷധ ഗുണങ്ങൾ നോക്കിയാൽ അമുക്കുരം ഹൃദയത്തെയും നാഡികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു. ഇത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇതിന്റെ ഉപയോഗം നിദ്രയുണ്ടാകുന്നതിന് വളരെ വിശേഷമാണ്. മുലപ്പാലും ശുക്ലവും വർദ്ധിപ്പിക്കുന്നതിന് അമുക്കുരത്തിന് കഴിവുണ്ട്. ഇതിന് ശരീരത്തിലെ നിരയും വേദനയും അകറ്റുക എന്ന ഗുണങ്ങളുണ്ട്. വാദം, ആമവാദം എന്നിവ ശമിപ്പിക്കുന്നതിന് വളരെ വിശേഷമാണ് അമുക്കുരം. ശ്വാസകോശ രോഗങ്ങൾ, ചുമ എന്നിവ ശമിപ്പിക്കുന്നതിനും അമുക്കുരം വിശേഷമാണ്. തലവേദന, ചർമ്മരോഗം തുടങ്ങിയവ ഇല്ലാതാക്കുന്നതിനും ഉത്തമമായ ഔഷധിയാണ് അമുക്കുരം. പക്ഷെ അമുക്കുരം വിധിപ്രകാരമല്ലാതെ അമിതമായി കഴിക്കരുത്. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ അമുക്കുരത്തിന്റെ ഉപയോഗം പ്രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെ സവിശേഷമായി കാണുന്നു. അശ്വഗന്ധത്തിന്റെ കഷായം വിധിപ്രകാരം തയ്യാറാക്കി അതിൽ അത്രയും തന്നെ പശുവിൻ പാൽ ചേർത്ത് തിളപ്പിക്കുക. ഇതിനെ പകുതിയായി വറ്റിച്ച് പതിവായി കുടിക്കുകയാണെങ്കിൽ വന്ധ്യത മാറി ഗർഭമുണ്ടാകുന്നതിന് സഹായിക്കും. അമുക്കുരത്തിന്റെ വേര് പൊടിച്ച് പൊടി 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ പാലിൽ കലക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്ഥിരമായി കുടിക്കാമെങ്കിൽ സന്ധിവാദം, ആമവാദം എന്നിവ ശമിക്കും. നാഡീക്ഷീണം, ശുക്ലക്ഷയം, തലവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുന്നതിന് അമുക്കുരത്തിന്റെ വേര് പൊടിച്ച പൊടി 6 ഗ്രാം മുതൽ 10 ഗ്രാം വരെ പാലിൽ കലക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് സ്ഥിരമായി വിധിപ്രകാരം സേവിച്ചാൽ മതി. അമുക്കുരത്തിന് വ്രണരോഗങ്ങൾ ഗുണവുമുണ്ട്. അമുക്കുരത്തിന്റെ ഇലയരച്ച് വ്രണങ്ങൾക്ക് മേൽ പൂച്ചിട്ടാൽ വ്രണങ്ങൾ വളരെ വേഗം ഉണങ്ങിക്കിട്ടും. അമുക്കുരത്തിന്റെ ഇലയും വേരും കഷായം വെച്ച് വിധിപ്രകാരം സേവിക്കുന്നത് പനിക്കും ചുമയ്ക്കും വളരെ ശമനമുണ്ടാകുന്നതാണ്. അമുക്കുരം പൊടിച്ച് നെയ്യിലോ പാലിലോ കലക്കി വിധിപ്രകാരം സേവിക്കുന്നത് ധാതുപുഷ്ടിയും ശരീരപുഷ്ടിയും വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമാണ്. നിദ്രാഹീനർക്ക് ഏറ്റവും നല്ലൊരു ഔഷധമാണ് അമുക്കപ്പുരു. ഇത് നെയ്യും പഞ്ചസാരയും ചേർത്ത് നിത്യവും രാത്രി കഴിക്കുന്നത് നിദ്രയുണ്ടാക്കുന്നു. ശവനപ്രാശം, അശ്വഗാന്ധി രാഷ്ട്രം, അശ്വഗാന്ധി ചൂർണം, അശ്വഗന്ധാരസായനം എന്നീ ആയുർവേദ ഔഷധങ്ങളിൽ അമുക്കുരത്തിന്റെ വേര് മുഖ്യമായ ചേരുവയായി ഉപയോഗിച്ചിരുന്നു.